സ്റ്റുഡൻസ്, അപ്പോൾ സിമ്മട്രിക്കൽ ഒരു നെറ്റ്വർക്ക് സിമ്മട്രിക്കൽ ആകണമെങ്കിൽ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ സെറ്റ് പാരാമീറ്ററിൻ്റെ കേസ് പഠിച്ചു, വൈ പാരാമീറ്റർ പഠിച്ചു. ഇനിയുള്ളത് എച്ച് പാരാമീറ്ററും ടി പാരാമീറ്ററുമാണ്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് എച്ച് പാരാമീറ്ററിൻ്റെ കേസിൽ എന്താണ് സിമ്മട്രിക്കൽ ആകാനുള്ള കണ്ടീഷൻ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടീഷൻ ജനറലി നമുക്കറിയാവുന്ന ബേസിക് ഇക്വേഷൻ ഉണ്ടല്ലോ, എച്ച് പാരാമീറ്ററിൻ്റെ ബേസിക് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ ഇതാണ്: V1 ഈസ് ഈക്വൽ ടു H11 I1 പ്ലസ് H12 V2, I2 ഈസ് ഈക്വൽ ടു H21 I1 പ്ലസ് H22 V2. അപ്പോൾ V1ൻ്റെ ഇക്വേഷനുമായി I2ൻ്റെ ഇക്വേഷനുമായി. അപ്പോൾ ഫസ്റ്റത്തെ കണ്ടീഷൻ കൺസിഡർ ചെയ്യുക. ഫിഗർ എ വച്ചിട്ട് കണ്ടീഷൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ എന്താണ് അതിലെ കണ്ടീഷൻ വരുന്നത്? V1 ഈസ് ഈക്വൽ ടു VS, V1 ഈസ് ഈക്വൽ ടു VS അറ്റ് ദ ടൈം I2 ഈസ് ഈക്വൽ ടു 0. V1 ഈസ് ഈക്വൽ ടു VS അറ്റ് ദ ടൈം I2 ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഈ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യുന്നു? ഫസ്റ്റത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഈ ഒരു കണ്ടീഷൻ ഫസ്റ്റത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താകും ഇക്വേഷൻ? എങ്ങനെയാണ് ഇക്വേഷൻ ആകുന്നത്? VS ഈസ് ഈക്വൽ ടു H11 I1. ഫസ്റ്റത്തെ ഇക്വേഷൻ V1ൻ്റെ ഇക്വേഷൻ ചേഞ്ച് ആകുന്നു. എങ്ങനെയാകുന്നു? VS ഈസ് ഈക്വൽ ടു H11 I1 പ്ലസ് H12 V2. VS ഈസ് ഈക്വൽ ടു H11 I1 പ്ലസ് H12 V2. സിമിലർലി ഈ ഒരു കണ്ടീഷൻ തന്നെ സെക്കൻഡ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താകും I2ൻ്റെ ഇക്വേഷൻ? I2ൻ്റെ ഇക്വേഷൻ ചേഞ്ച് ആകും. 0 ഈസ് ഈക്വൽ ടു H21 I1 പ്ലസ് H22 V2. ഇപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. സെക്കൻഡ് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? V2ൻ്റെ വാല്യൂ കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ V2ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ആ കിട്ടുന്ന V2ൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? VSൻ്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഇതിൽ നിന്ന് കിട്ടിയ V2ൻ്റെ വാല്യൂ VSൻ്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ VSൻ്റെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്തായി VSൻ്റെ ഇക്വേഷൻ? എന്തായി? VS ഈസ് ഈക്വൽ ടു H11 I1 പ്ലസ് H12 ഇൻറ്റു മൈനസ് H21 ഡിവൈഡഡ് ബൈ H22 ഇൻറ്റു I1. നിങ്ങൾ തന്നെ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കുക, ശരിയാകുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ VSൻ്റെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇൻ ടേംസ് ഓഫ് I1ൽ കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ്? ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷനാണ് അല്ലേ. ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷനാണ് ഫസ്റ്റ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ കിട്ടും. ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് VSC ഡിവൈഡഡ് ബൈ I1 അല്ലേ. അപ്പോൾ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ VSC ഡിവൈഡഡ് ബൈ I1ൻ്റെ ഇക്വേഷൻ കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഔട്ട്പുട്ട് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് ഫിഗർ കൺസിഡർ ചെയ്തിട്ട് സെക്കൻഡ് കണ്ടീഷൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എന്താണ് സെക്കൻഡ് കണ്ടീഷൻ? ഇപ്പോൾ ആസ് യൂഷ്വൽ സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? V2 ഈസ് ഈക്വൽ ടു VS അല്ലേ. V2 ഈസ് ഈക്വൽ ടു VS അറ്റ് ദ ടൈം I1 0, അതായത് ഇൻപുട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യുന്ന ടൈം, അതായത് I1 0 ആകുന്ന ടൈമിൽ V2 എന്താണ്? VS ആണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു കണ്ടീഷൻ V1ൻ്റെ ഇക്വേഷനിലും I2ൻ്റെ ഇക്വേഷനിലും നമ്മളെ ബേസിക് ഇക്വേഷൻ ഉണ്ടല്ലോ, എച്ച് പാരാമീറ്ററിൻ്റെ ബേസിക് ഇക്വേഷൻ ഉണ്ടല്ലോ, ആ രണ്ട് ഇക്വേഷനിലും അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ V1ൻ്റെ ഇക്വേഷനിൽ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? V1 ഈസ് ഈക്വൽ ടു H12 VSI. V2 ആണ്, അതെന്തായി? VSI. V1 ഈസ് ഈക്വൽ ടു H12 VSI. സിമിലർലി നമ്മൾ I2ൻ്റെ ഇക്വേഷൻ എന്തായി? H22
വി എസ് ആയി. അപ്പോൾ ഇതിൽ നിന്ന് സെക്കൻഡ് കണ്ടീഷനിൽ നിന്ന് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് വി എസ് ഡിവൈഡഡ് ബൈ I2 കിട്ടുമല്ലോ. സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് എന്ത് കിട്ടും? വി എസ് ഡിവൈഡഡ് ബൈ I2 കിട്ടും. അപ്പോൾ വി എസ് ഡിവൈഡഡ് ബൈ I2 ആണ് എന്ത്? ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. അപ്പോൾ എന്തായി? ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്തായി? 1 ഡിവൈഡഡ് ബൈ H22 ആയി. ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് സിമ്മട്രിക്കൽ ആകണമെങ്കിൽ ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസും ഈക്വൽ ആകണം. അപ്പോൾ നമ്മളിവിടെ ഇൻപുട്ട് ഇമ്പിഡൻസും കണ്ടുപിടിച്ചു, ഔട്ട്പുട്ട് ഇമ്പിഡൻസും കണ്ടുപിടിച്ചു. അപ്പോൾ ആ രണ്ട് ഇക്വേഷനും ഒന്ന് ഈക്വലൈസ് ചെയ്യുക, ഒന്ന് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? വി എസ് സി ബൈ I1ൻ്റെ വാല്യൂവും വി എസ് സി ബൈ I2ൻ്റെ വാല്യൂ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യുക. ഞാനിവിടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം എന്ത് കിട്ടും? ഈ ഒരു ടേമാണ് കിട്ടുന്നത് അല്ലേ? ഇതിൻ്റെ ഡിനോമിനേറ്റർ ക്യാൻസലായിപ്പോയി. ബാക്കിയുള്ള ടേം എന്തായി? ഈക്വൽ ടു 1 കിട്ടി. ഇപ്പോൾ ഒരു H പാരാമീറ്റർ സിമ്മട്രിക്കൽ ആകണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ. ഇപ്പോൾ ഓരോ നെറ്റ്വർക്കിനും ഓരോ പാരാമീറ്ററിനും ഓരോ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷനാണ് പഠിക്കേണ്ടത്. അപ്പോൾ ആ കണ്ടീഷൻ കിട്ടാനുള്ള ഡെറിവേഷനും പഠിക്കണം. ഓക്കെ. അപ്പോൾ H പാരാമീറ്ററിൻ്റെ കേസിൽ നെറ്റ്വർക്ക് സിമ്മട്രിക്കൽ ആകണമെങ്കിൽ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഈ ഒരു കണ്ടീഷൻ, അതായത് H11 H22 മൈനസ് H12 H21 ഈസ് ഈക്വൽ ടു 1 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. മനസ്സിലാവുന്നില്ലേ? ഇതാണ് H പാരാമീറ്ററിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഒരു പാരാമീറ്റർ കൂടെ ബാക്കിയുണ്ട്. ഏതാണിത്? T പാരാമീറ്റർ. അപ്പോൾ എന്താണ് T പാരാമീറ്ററിൻ്റെ കേസിൽ ഒരു നെറ്റ്വർക്ക് സിമ്മട്രിക്കൽ ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? അത് നമുക്ക് ഡിറൈവ് ചെയ്ത് നോക്കാം. ഓക്കെ. ഇപ്പോൾ ജനറലി ഒരു T പാരാമീറ്ററിൻ്റെ ബേസിക് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഇവിടെ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. V1 ഈസ് ഈക്വൽ ടു AV2 മൈനസ് BI2. I1 ഈസ് ഈക്വൽ ടു CV2 മൈനസ് DI2. അതാണ് ബേസിക് ഇക്വേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ കൺസിഡർ ചെയ്യുക. ഫസ്റ്റത്തെ കണ്ടീഷൻ V1 ഈസ് ഈക്വൽ ടു VS വെൻ I2 ഈസ് ഈക്വൽ ടു 0. ആ കണ്ടീഷൻ കൺസിഡർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇക്വേഷൻസിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? VS ഈസ് ഈക്വൽ ടു AV2 എന്ന് കിട്ടും. VS ഈസ് ഈക്വൽ ടു AV2 എന്ന് കിട്ടും. ഇനി അത് സെക്കൻഡ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? I1 ഈസ് ഈക്വൽ ടു CV2 എന്ന് കിട്ടും. ഓക്കെ. I1 ഈസ് ഈക്വൽ ടു CV2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് എന്താണ്? ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. ഇൻപുട്ട് ഇമ്പിഡൻസ് എന്താണ്? VS ബൈ I1 ആണ്. അപ്പോൾ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്യണം. അപ്പം I1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? CV2 എന്ന് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് V2 എന്തായി? V2 ഈസ് ഈക്വൽ ടു I1 ഡിവൈഡഡ് ബൈ CI. V2 ഈസ് ഈക്വൽ ടു I1 ഡിവൈഡഡ് ബൈ CI. ഓക്കെ. ആ V2ൻ്റെ ഇക്വേഷൻ ഏതിൽ കൊടുക്കുന്നു? VSൻ്റെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഇതിൽ നിന്ന് കിട്ടിയ V2ൻ്റെ ഇക്വേഷൻ മുകളിലത്തെ VSൻ്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തായി? VS ഈസ് ഈക്വൽ ടു A ഇൻറ്റു I1 ബൈ CI. ഓക്കെ. VS ഈസ് ഈക്വൽ ടു A ഇൻറ്റു I1 ഡിവൈഡഡ് ബൈ C. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് ഇമ്പിഡൻസ് കിട്ടും. അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് VS ബൈ I1 അല്ലേ? ഇൻപുട്ട് ഇമ്പിഡൻസ് VS ബൈ I1 എന്തായി? A ബൈ CI. അപ്പോൾ അതാണ് ഇൻപുട്ട് ഇമ്പിഡൻസ്. VS ബൈ I1 ഈസ് ഈക്വൽ ടു A ഡിവൈഡഡ് ബൈ C. ഓക്കെ. ഇനി ഇതേപോലെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കുക. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാൻ സെക്കൻഡ് കണ്ടീഷൻ കൺസിഡർ ചെയ്യുന്നു. എന്താണ് സെക്കൻഡ് കണ്ടീഷൻ? യെസ്, V2 ഈസ് ഈക്വൽ ടു VS വെൻ I1 ഈസ് ഈക്വൽ ടു 0. V2 ഈസ് ഈക്വൽ ടു VS വെൻ
I1 ഈസ് ഈക്വൽ ടു 0. ആ ഒരു കണ്ടീഷൻ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? ഫസ്റ്റത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ V1ൻ്റെ ഇക്വേഷനാണ്, അതിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? V1 ഈസ് ഈക്വൽ ടു AVS പ്ലസ് അല്ലെങ്കിൽ മൈനസ് BI2 എന്ന് വരും. അതേപോലെ I1ൻ്റെ ഇക്വേഷനിലേക്കും അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ I1 ഈസ് ഈക്വൽ ടു 0 ആണല്ലേ. അപ്പോൾ എന്ത് വരും? 0 ഈസ് ഈക്വൽ ടു CVS മൈനസ് DI2 എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? CVS ഈസ് ഈക്വൽ ടു DI2 എന്നായി. അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടും? VSC/I2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ VSC/I2 എന്താണ്? യെസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ് അല്ലേ. VSC/I2 എന്താണ്? ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ്. അപ്പം VSC/I2 എന്തായി? ഈസ് ഈക്വൽ ടു D/CI. അപ്പോൾ ഒരു നെറ്റ്വർക്ക് സിമ്മട്രിക്കൽ ആകണമെങ്കിൽ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഇൻപുട്ട് ഇമ്പിഡൻസ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഇമ്പിഡൻസ് നമ്മൾ കണ്ടുപിടിച്ചു, A/C ആണ്. ഔട്ട്പുട്ട് ഇമ്പിഡൻസും കണ്ടുപിടിച്ചു, D/C ആണ്. അപ്പോൾ രണ്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? A ഈസ് ഈക്വൽ ടു D എന്ന് കിട്ടും. അപ്പോൾ എല്ലാ നെറ്റ്വർക്കും എല്ലാ പാരാമീറ്റേഴ്സിലും എന്ത് ചെയ്തു? നെറ്റ്വർക്ക് സിമ്മട്രിക്കൽ ആകാനുള്ള കണ്ടീഷൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് നമുക്ക് അനലൈസ് ചെയ്യാം. ഏതാണ് ഇക്വേഷൻ എന്ന് നോക്കാം. സെറ്റ് പാരാമീറ്ററിൻ്റെ കേസിൽ നെറ്റ്വർക്ക് സിമ്മട്രിക്കൽ ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? Z11 ഈസ് ഈക്വൽ ടു Z22. Y പാരാമീറ്ററിൻ്റെ കേസിൽ നെറ്റ്വർക്ക് സിമ്മട്രിക്കൽ ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? സിമിലർ തന്നെ, Y11 ഈസ് ഈക്വൽ ടു Y22. H പാരാമീറ്ററിൻ്റെ കേസിൽ നെറ്റ്വർക്ക് സിമ്മട്രിക്കൽ ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? H11 ഇൻറ്റു H22 മൈനസ് H12 ഇൻറ്റു H21 ഈസ് ഈക്വൽ ടു 1. അതാണ് കണ്ടീഷൻ. അറ്റ് ലാസ്റ്റ് T പാരാമീറ്റർ അല്ലെങ്കിൽ ABCD പാരാമീറ്റർ, അതിൻ്റെ കേസിൽ നെറ്റ്വർക്ക് സിമ്മട്രിക്കൽ ആകണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? യെസ്, A ഈസ് ഈക്വൽ ടു D. അപ്പോൾ ഓരോന്നിലും ഡിഫറൻ്റ് ആണ്. സെഡും വൈയും ഏകദേശം ഈക്വൽ തന്നെയാണ് അല്ലേ. സെഡിൻ്റെയും വൈൻ്റെയും കേസിൽ ഈക്വൽ തന്നെയാണ്, ഏകദേശം ഈക്വൽ തന്നെയാണ്. ബട്ട് ഇൻ H ആൻഡ് T ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ബട്ട് ബൈ യൂസിങ് ഡെറിവേഷൻ എന്ത് ചെയ്യും? സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പഠിക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ നിങ്ങൾ നോട്ടിലേക്ക് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക? ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡിറൈവ് ചെയ്തിട്ട് നോക്കുക. സിമ്പിൾ ഡെറിവേഷനാണ്, ഡയറക്റ്റ് സ്റ്റെപ്പ് തന്നെയാണ്. കാണുമ്പോൾ വലിയ ഇക്വേഷൻ പോലെയുള്ളൂ, സിമ്പിളാണ്. ഓരോന്നിലും സെയിം മെത്തേഡാണ്, സെയിം വേ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഓരോന്നും ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ടിലേക്ക് എഴുതുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഡിറൈവ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിപ്പം സിമ്മട്രീൻ്റെ കേസാണല്ലേ. ഓരോ നെറ്റ്വർക്കിൻ്റെയും ഒരു നെറ്റ്വർക്ക് സിമ്മട്രിക്കൽ ആകാനുള്ള കണ്ടീഷനാണ് പറഞ്ഞത്. ഇനി ഒരു നെറ്റ്വർക്ക് റെസിപ്രോക്കൽ ആകാനുള്ള കണ്ടീഷനാണ് പഠിക്കാനുള്ളത്. ഓരോ പാരാമീറ്ററിലും നമുക്ക് ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പഠിച്ചിട്ട് വരിക. ഓക്കെ.